വെറുതെ കയ്യെ കെട്ടി നിന്ന് കേൾക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. എൻ്റെ സ്വന്തം കാര്യം പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വെറും 1.5 മണിക്കൂർ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ മസ്ജിദിൽ വന്ന് ഒരു ജോലിയും നമുക്കില്ല. നമുക്ക് എത്രയോ തിരക്കുകളുണ്ട്. ആ തിരക്കെല്ലാം കഴിഞ്ഞ് ഈ രാത്രി സമയം നമ്മളിവിടെ ഏകദേശം 8:50 ആകുമ്പോൾ തുടങ്ങി 10:15 തീരുന്ന നമ്മൾ വന്ന് കയ്യും കെട്ടി പുറകിൽ ഇങ്ങനെ നിന്നിരുന്നുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് 27 ദിവസം കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം 30 ജുസ്ഉ സുന്ദരമായ ശൈലിയിൽ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാമായിരുന്നു. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഓതാൻ അവസരം കിട്ടില്ല. പക്ഷെ കേൾക്കാനുള്ള അവസരം ആർക്കും ഒരു ചെലവില്ല. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ആ ഭാഗ്യം എനിക്ക് റബ്ബ് തന്നിട്ടുണ്ടോ? കാരണം പരിശുദ്ധ ഖുർആൻ ശരീഫ് ഇറങ്ങിയ മാസമാണ്. ഈ പരിശുദ്ധ ഖുർആൻ ശരീഫ് ഇറങ്ങിയത് പൂർണ്ണമായിട്ട് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങിയ ദിവസമാണ് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം. ആ ഒരു ദിവസത്തെ ഉൾക്കൊള്ളിക്കുന്ന ഒരു മാസത്തെ അല്ലാഹു തആല ആഘോഷത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത മജ്‌ലിസിൽ പറയാം. ഇപ്പൊ ഞാൻ വന്നതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ ഹാഫിദിനെ ഒന്ന് ആദരിക്കണം. അതിനു മുമ്പ് ഈ ഹാഫിദ് ഓതിയ ഖുർആൻ ശരീഫിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ടച്ച് ചെയ്തു. എന്താണ് ഈ ഖുർആൻ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്. 1-ാമത്തെ രാവിലെ നമ്മുടെ ഇമാം ഹാഫിദ് അമീൻ ഉസ്താദ് ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. ഖുർആൻ ശരീഫ് ഓതാൻ തുടങ്ങി. 30 ജുസ്ഇന്റെ ആദ്യത്തെ ഭാഗം ഓതാൻ തുടങ്ങി. ബിസ്മി അങ്ങോട്ട് ഓതി കഴിഞ്ഞു തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതി. ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് അടുത്തൊരു ദുആയിലേക്ക് കയറുകയാണ്. ഏതായിരുന്നു ആ ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ വഴിയിലൂടെ നയിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ റൂട്ട് നീ മാറ്റിക്കളയല്ലേ റബ്ബേ. ആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എല്ലാ ദിവസവും ആവർത്തിക്കുകയാണ്. എല്ലാ ദിവസവും അത് പല പ്രാവശ്യം എല്ലാ നമസ്കാരത്തിലും നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്നെ നീ റൂട്ട് മാറ്റി വിടല്ലേ നാഥ. മനസാക്ഷിയോട് അവിടെയും ചോദിക്കണം, നമ്മുടെ റൂട്ട് എവിടെയെങ്കിലും ഒക്കെ തെറ്റിയിട്ടുണ്ടോ? ചെറിയ പെരുന്നാൾ മുതൽ നമ്മുടെ ഈ റൂട്ട് വീണ്ടും തെറ്റി പോകുമോ? നമ്മൾ മനസാക്ഷിയോട് ചോദിച്ചിട്ട് ഈ ചോദിച്ച ചോദ്യത്തിന് അല്ലാഹു ഉത്തരം നൽകിയോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സന്മാർഗത്തെ ചോദിച്ചപ്പോൾ തന്നെ അല്ലാഹു തആല അടുത്ത സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, സന്മാർഗത്തിന് നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഈ കിതാബിലെ ഖുർആൻ ശരീഫ് അത് ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, തഖ്വയിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വഴികാട്ടിയ ഖുർആനാണ് എടുത്ത് പഠിച്ചോളാൻ പറഞ്ഞു. ആ ഖുർആൻ എടുത്ത് പഠിച്ചോളാൻ പറഞ്ഞു. പ്രിയമുള്ളവർ, ആ ഖുർആനാണ് നമ്മൾ തോന്നി തീർത്തത്. അങ്ങനെ ആ ഖുർആൻ നമ്മുടെ കയ്യിലേക്ക് തന്നപ്പോ അതിനിടയിൽ അല്ലാഹുവിന്റെ വിവിധങ്ങളായ രീതികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഒരു സന്ദർഭത്തിൽ ഒരു വയസ്സനായ മനുഷ്യൻ, വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ, 70 വയസ്സുകാരനായ ഒരാള് അല്ലാഹുവിനോട് പോയിട്ട് ഒരു കഥ പറയുന്ന, തന്റെ ചില ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് പറയുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 70 വയസ്സ് പ്രായമുള്ള, നമുക്ക് ചോദിക്കാൻ നാണക്കേണ്ടുള്ളൊരു വിഷയമാണ്. 70 വയസ്സായ ഒരാള് അല്ലാഹുവിനോട് ചെന്നിട്ട് പരസ്യമായിട്ടല്ല രഹസ്യമായി ചോദിക്കണം, പടച്ചവനെ എനിക്ക് വയസ്സ് 70ആയി, ഒരു കുഞ്ഞിനെ തരുമോ പടച്ചവനെ? നമുക്ക് പാഠം പഠിപ്പിച്ചു തരാം ഉടമസ്ഥനായ റബ്ബിനോട് നമ്മൾ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന്. 70ാമത്തെ വയസ്സിൽ നമ്മൾ 70 വയസ്സിനെ സങ്കല്പിച്ചു നോക്കുക. 70ാമത്തെ വയസ്സിൽ ഉടമസ്ഥനായ റബ്ബിനോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു കുഞ്ഞിനെ തരുമോ പടച്ചവനെ? ഞാൻ കിളവനാണ്, എന്റെ മുടിയെല്ലാം നരച്ചു പോയി, എന്റെ ഭാര്യ, പച്ച ഭാഷയിൽ പറഞ്ഞ എന്റെ ഭാര്യ ഒരു മച്ചിയാണ്, ഒരു മലടിയാണ്, എനിക്കൊരു കുഞ്ഞിനെ തരുവോ പടച്ചോനെ? നമ്മുടെ ഇമാം ഓതിരുന്നു. അതെങ്ങനെ? മറഞ്ഞിരുന്നിട്ട് ആരും കാണാതെ തഹജ്ജുദ് നമസ്കരിച്ചിട്ട്, അതല്ലെങ്കിൽ 2 റക്അത്ത് ഹാജത്ത് നമസ്കരിച്ചിട്ട് ഉടമസ്ഥനായ റബ്ബിനോട് പറയുക, നമുക്ക് പഠിപ്പിച്ചത് എനിക്ക് എന്താവശ്യമുണ്ട് ചോദിച്ചോ. 70ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ ചോദിക്കാമെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചുകൂടാ?
നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹുവിനെ യജമാനെ ഇടപെടുത്താറുണ്ടോ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ. എല്ലാം ബലഹീനമായി, എന്റെ തല ഫുള്ള് നരച്ചു, വയസ്സ് 70 അത് കഴിഞ്ഞിട്ടോ വഷ്തഅല റഅസു ശൈബ, പക്ഷേ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. അല്ലാഹുവേ, നിന്നോടുള്ള ദുആയുടെ വിഷയത്തിൽ എനിക്ക് യാതൊരു ആശയക്കുറവുമില്ല, ഞാൻ പരാജിതനല്ല. നിന്റെ ദുആയ്ക്ക് എനിക്ക് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. എന്റെ വയസ്സ് 70, എന്റെ എല്ലാം ബലഹീനമായി, എന്റെ തലയെല്ലാം നരച്ചു. ഈ അവസ്ഥയിലും എനിക്ക് കുഞ്ഞിനെ കിട്ടും, എനിക്ക് അതിൽ യാതൊരു സംശയവുമില്ല. എന്റെ പ്രശ്നം എന്താ? എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അനന്തരാവകാശി ഇല്ല പടച്ചവനെ. ആ വയസ്സായ മനുഷ്യൻ പറയാണ്, ഞാനൊന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ വാപ്പയ്ക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ഒരു അനന്തരാവകാശി എനിക്കില്ല റബ്ബേ. ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ പല ആൾക്കാർ ഈ പള്ളിക്കാട്ടിൽ കിടപ്പുണ്ട്. നമ്മൾ എല്ലാ ദിവസവും പറയുമോ, അള്ളാഹുവെ പുത്തമ്പള്ളിയുടെ പരിസരത്ത് എന്റെ വാപ്പ കിടപ്പുണ്ട്, പുറത്തു കൊടുക്കണ നാഥ എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഇവിടെ ഈ വയസ്സായ മനുഷ്യൻ 70 വയസ്സാലും പറയുന്നത്, എനിക്ക് പിന്നിൽ ദുആ ചെയ്യാൻ ഒരാളില്ല, മക്കളില്ല, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണം. എന്നിട്ട് കൂടെ പറഞ്ഞ വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ ഭാര്യ മലടിയാണ്, അവൾ പ്രസവിക്കത്തില്ല, മച്ചിയാണ്. ആ അവസ്ഥയിൽ അവളായിപ്പോയി. എങ്കിലും എന്റെ ആഗ്രഹം അല്ലാഹുവേ, എന്നെ സഹായിക്കുന്ന എനിക്ക് നല്ലൊരു അനന്തരാവകാശിയെ നീ താ റബ്ബേ. ഇത് പറഞ്ഞപ്പോ ആ വയസ്സന്, ആ കിളവനെ അല്ലാഹു വിളിക്കുന്നു. എന്താ വിളിച്ചത്? യാ സക്കരിയ. സക്കരിയ നബി ആയിരുന്നു ഈ ആള്. ഈ കരഞ്ഞുള്ള വിളി അങ്ങോട്ട് കേട്ടപ്പോ ഉടമസ്ഥൻ ഇടപെടുകയാണ്. യാ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, നിനക്ക് ഞാനൊരു കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നായിരിക്കും. അതുകൊണ്ട് ആ കുഞ്ഞിനെ നിനക്ക് ഞാൻ തരാനുള്ള തീരുമാനമെടുത്തു. അത് കഴിഞ്ഞപ്പോ വീണ്ടും ഒന്നുകൂടി അല്ലാഹു പറഞ്ഞു, ആ യഹ്യ എന്ന് പറയുന്ന ആൺകുഞ്ഞ് മുമ്പ് ഒരൊറ്റ കുഞ്ഞിന് ഞാൻ യഹ്യാന് പേര് കൊടുത്തിട്ടില്ല. നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണായിരിക്കും, ആ കുഞ്ഞിന്റെ പേര് യഹ്യാനുമായിരിക്കും. ആ സമയത്ത് വീണ്ടും ഈ വയസ്സനായ സക്കരിയ നബി ചോദിക്കുകയാണ്, കാരണം ഒരു കുഞ്ഞിനോട് കിട്ടാൻ പോകുന്ന പറയുമ്പോ ഈ കളവനായ എനിക്ക് കുഞ്ഞോ? എങ്ങനെ എനിക്കിനി കുഞ്ഞാവുക? എന്റെ വയസ്സ് 70 എന്റെ ഭാര്യയെ കുറിച്ച് എല്ലാരും വിധി എഴുതി. ഇനി അവൾ പ്രസവിക്കാത്ത പെണ്ണാണെന്നുള്ള വിധി എഴുതി കഴിഞ്ഞു. ഞാൻ ഇത്രയും വിറച്ചു നടക്കേണ്ട കളവനായി ഇനി എനിക്കൊരു കുട്ടിയെ കിട്ടാനോ? ആ സമയത്ത് അള്ളാഹുവിന്റെ ഇടപെടൽ. അവിടെ അള്ളാഹു എങ്ങനെയാ? ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പോലെ ഇടപെടുന്നു. ഈ വയസ്സായ സക്കരിയ നബിയോട് ഒരു അടുത്ത സുഹൃത്തിനെ പോലെ ഇടപെടുത്തിട്ട് പറയാണ്, കാര്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നിന്റെ റബ്ബ പറയുന്നത് എനിക്ക് ഒരു നിസ്സാര കാര്യമോ? നീ അതിനകത്ത് ടെൻഷൻ ആകണ്ട, നിനക്ക് ഉടൻ കുട്ടിയെ കിട്ടും, നിനക്ക് നല്ലൊരു കുട്ടി, അത് ആൺകുട്ടിയായിരിക്കും, നീ ധൈര്യമായിട്ട് നിന്നോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു, പടച്ചോനെ, കളവനായി എനിക്കൊരു കുട്ടിയെ കിട്ടുമെങ്കിൽ ഇങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല. ആരാ പറയുന്നത്? ഉടമസ്ഥനായ റബ്ബ. എന്നിട്ട് ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ 70 വയസ്സുള്ള സക്കരിയ നബി അലൈഹി സ്വലാം ഇടപെടുന്നു. എനിക്കൊരു തെളിവ് തരുമോ റബ്ബ്? എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന്, എനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നതിന് എനിക്ക് തെളിവും കൂടെ തരുമോ റബ്ബേ? ആലോചിച്ച് നോക്കി, എത്ര സിമ്പിൾ ഇടപെടലാണ്. യജമാനായ റബ്ബും അടിമയായ സക്കരിയ നബി അലൈഹി സ്വലാമും കൂടി ഇവിടെ പറഞ്ഞു, ശരി തെളിവ് തരാം, 3 ദിവസത്തേക്ക് നിനക്ക് മിണ്ടാനൊക്കില്ല, നിന്റെ വാസീല് ചെയ്യാൻ പോവാണ്, 3 ദിവസം നിനക്ക് സംസാരിക്കാൻ ഒക്കില്ല. അങ്ങനെ വാസീല് ചെയ്യുന്നു. 3 ദിവസത്തേക്ക് സക്കരിയ നബി അലൈഹി സ്വലാമിന് സംസാരിക്കാൻ ഒക്കുന്നില്ല. സക്കരിയ നബി ഉറപ്പായി പടച്ചോൻ പറഞ്ഞിട്ട് പോലും എന്ന് പറഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിന്റെ ഇടപെടൽ നടത്തുന്ന ആ രീതി, പ്രിയമുള്ളവരെ, നമ്മുടെ ഇമാം നമ്മുടെ മുന്നിൽ ഓതിയതാണ്. അതേ അവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ജബ്ബാറിനെ പോലെ, ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഇതിനിടയിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഓതി. ആ സമയത്ത് ഇമാം കരഞ്ഞുകൊണ്ടാ ഓതിയത്. അതെങ്ങനെയായിരുന്നു? നേരെ ചൊവ്വേ ജീവിച്ചില്ല എങ്കിൽ കത്തിക്കാടുന്ന നിന്റെ റബ്ബിന്റെ തീരിന്റെ മുന്നിലുണ്ട്. അല്ല
ആ തീ ബാധിക്കുന്നതിന്റെ നെഞ്ചിലേക്കായിരിക്കും. നീളമുള്ള തൂണിൽ നിന്ന് കെട്ടിയിട്ട് നിനക്ക് ശക്തമായ തീ വെക്കുന്ന ഒരു രംഗമുണ്ട് നരകത്തിൽ. സൂക്ഷിച്ചു വേണ്ടടാ ജീവിക്കാൻ. അങ്ങനെ താക്കീതിന്റെ ആ ജബ്ബാറിന്റെ സ്വേച്ഛാധിപതിയുടെ ആ വർത്തമാനവും ഇതേ ഇമാമ നമ്മുടെ പറഞ്ഞു, ഇതെന്റെ ഭൂമിയാണ്, ഞാൻ തന്ന ശരീരമാണ്, ഞാൻ തന്ന റൂഹാണ് നിന്റത്, ഞാൻ തന്ന ആരോഗ്യമാണ് നിന്റത്, ഞാൻ തന്ന സമ്പത്താണ് നിന്റത്. തോന്നിയവാസം നീ കാണിച്ചാൽ നിന്റെ തൊലി ഞാൻ തീയിലിട്ട് ഉരിച്ചു കളയും. ആ ഉരിച്ചിട്ട് അവിടെ മാറ്റുകയല്ല. ദുനിയാവിൽ ചിലപ്പോൾ നമ്മളെ ശിക്ഷിച്ചാൽ നമ്മൾ മരിച്ചങ്ങ് തീരും. ഇത് നീ മരിക്കില്ല. നിന്റെ തൊലി മുഴുവൻ ഉരുകി അട്ടുമാറും. അത് കഴിയുമ്പോൾ വീണ്ടും പുതിയ തൊലി തരും, വീണ്ടും നിന്നെ ശിക്ഷിക്കും. കാരണം ഈ വേദന എടുക്കുന്നത് തൊലിയിലാണ്. തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ വേദനയിലേക്ക് വലിയ ഒരു അർത്ഥം ഉണ്ടാകുകയില്ല. ഈ ഖുർആൻ ശരീഫ് നമ്മുടെ ഇമാം ഓതുന്നത് എങ്ങനെ? ആ തൊലി എങ്ങനെ ഉരുകി അഴുകി മാറി കഴിയുമ്പോ പുതിയ തൊലി വീണ്ടും തന്നിട്ട് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നവനാണ് നിന്റെ റബ്ബ്. ആ റബ്ബിന്റെ ആഹാരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അടിച്ചൊരുക്കുന്ന സ്വഭാവം പിന്നെ നമ്മുടെ മുമ്പിൽ ഇമാം ഓതി. ഖുർആനിൽ നമ്മൾ കേട്ട ഭാഗങ്ങൾ അതൊക്കെ എങ്ങനെ? ആ ശൈലി കണ്ടില്ലേ? പിടിക്കടാവുക. ആരോട് പറയുക? ഈ സബാനിയക്കളാകുന്ന മലക്കുകൾ, ഏറ്റവും വലിയ ധീരന്മാരായ മലക്കുകൾ, ആ മലക്കുകളെ നമ്മൾ വിളിച്ചിട്ട് പറയും, അവരെ പിടിക്കൂ, അവനെ പിടിച്ച് കെട്ടു, ആ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയൂ, 70 മുഴം വലുപ്പമുള്ള ആ ചങ്ങലയ്ക്ക് അവനെ കെട്ടിമാറ്റൂ. അല്ലാഹുവിന്റെ ശക്തമായ പറച്ചിലുകൾ. എന്താ പ്രിയമുള്ളൊരു ഖുർആൻ? ഒരു ഭാഗത്ത് വാപ്പയും മോനെയും പോലെ സക്കരിയ നബി അലൈഹിസ്സലാമും അല്ലാഹുവും തമ്മിൽ ഇടപെടുന്ന ഒരു സംസാരം നമ്മൾ കേൾക്കുമ്പോ, മറുഭാഗത്ത് ഇത്രയും കടുത്ത വാക്ക് ഒരു ഭാഗത്ത് പറയുമ്പോ അതിനടുത്ത ഭാഗത്ത് വീണ്ടും കാണാം ഈ അടിമ ഉടമസ്ഥന്റെ മുമ്പിൽ നിന്ന് കരയുന്ന രംഗം. എങ്ങനെയാ കരയുന്നത്? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ദുആ. ഈ ഖുർആനിനകത്ത് നമ്മുടെ ഇമാം ഓതുന്നതാണ്, റബ്ബനാ സരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. നമ്മൾ കേട്ടതല്ലേ ഖുർആൻ? എന്താ ദുആ പറയുന്നത്? അല്ലാഹു ഇത്രയും കടുത്ത ശിക്ഷ, ഇത്രയും വലിയ മലക്കുകൾ, ഇതിന്റെ ഇടയിലേക്ക് എന്നെ നീ വിടല്ല റബ്ബേ. റബ്ബനാ സരിഫ് അന്നാ, ഞങ്ങളെ തൊട്ട് നീ തിരിച്ചു കളയണേ നാഥാ, അദാബ ജഹന്നം, ആ നരകത്തിന്റെ അദാബ് നീ ഒന്ന് പിടിച്ചു മാറ്റ് റഹ്മാനേ. റബ്ബനാ സരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ, ആ നരകത്തിന്റെ അദാബ് ഞങ്ങൾക്കൊന്നും താങ്ങാൻ സാധിക്കുകയില്ല. ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ, എത്ര മോശമായ ഇടമാണ്, എത്ര മോശമായ രംഗമാണത്, ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ ഒക്കില്ല റബ്ബേ എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോ മറ്റൊരു ഭാഗത്ത് വീണ്ടും പറയുന്നു, ദുനിയാവിൽ നിന്റെ വിജയമൊന്നും ഒരു വിജയമല്ല. പ്രിയമുള്ളവർ, നമുക്ക് ചിലപ്പോൾ തോന്നും നല്ലൊരു ഡ്രസ് ഇട്ട് കഴിയുമ്പോ, 4 കാശ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോ, ഏതെങ്കിലും ടൗണിന്റെ ഹൃദയഭാഗത്ത് 1 കോടി രൂപ വിലയുള്ള നല്ലൊരു ബിൽഡിംഗ് കിട്ടിക്കഴിയുമ്പോ, അതുപോലെ നല്ല വിലപിടിപ്പുള്ള ഒരു വണ്ടി കിട്ടിക്കഴിയുമ്പോ നമ്മളൊക്കെ പറഞ്ഞു അവരിപ്പോ ഭയങ്കര വിജയത്തിൽ, അവർക്ക് വിജയിച്ചു പോയി, അവർക്ക് നേടിപ്പോയില്ല, ഒരു ചുക്കും നേടിയിട്ടില്ല. നേടുന്നത് എപ്പോഴാ? ഈ ഇമാം നമ്മുടെ മുമ്പിൽ ഓതി തന്നു, ഈ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകും. നമ്മുടെ കാറ്റ് പോയി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടും. അതും കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഖിയാമത്ത് നാൾ എത്തും. അത് കഴിയുമ്പോൾ ഒരു മഹ്ശർ വരും. ആ മഹ്ശറിൽ ഒരു സിറാത്ത് ഉണ്ടാകും. ആ സിറാത്തും കഴിഞ്ഞ് നമ്മൾ നരകത്തിലേക്ക് കയറും. ആ നരകത്തിന്റെ മുകളിലുള്ള സിറാത്ത് പാലത്തിന്റെ വെച്ച് നാം തെറ്റി നരകത്തിലേക്ക് വീണാൽ അകപ്പതിച്ചു പോയി. നേരെ മറിച്ച് അവൻ ആ പാലത്തിലൂടെ നരകം വിട്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതാണ് വിജയം. അവിടെയാണ് വിജയിക്കേണ്ടത്. അവിടെ ചെന്നാണ് ഞെളിയേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഞെളിയാൻ യാതൊരു അവകാശവുമില്ല. നമ്മുടെ ഇമാമ നമ്മുടെ മുമ്പിൽ ഓതിയതാണ്. ഇങ്ങനെ എന്തെല്ലാം മോദി വീണ്ടും പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ
ദുനിയാവിന്റെ ഓരോന്നും കാണുമ്പോ നീ പെട്ടെന്ന് അതിൽ വീണു പോകല്ലേ. നിന്റെ തൊലിക്ക് നല്ല കളർ കിട്ടും, നിനക്ക് നല്ല സൗന്ദര്യം കാണും, ആ കളറിന് പറ്റിയ ഡ്രസ്സ് നീ ധരിക്കും. ഇത് കാണുമ്പോ പലരും നിന്നെ നോക്കാനുണ്ടാകും. ഇത് കാണുമ്പോ നീ ഒരിക്കലും ആ വഞ്ചനയിൽ വീണു പോകല്ലേ. നിന്നെ ചിലപ്പോൾ അതായിരിക്കും നരകത്തിലേക്ക് കൊണ്ടുപോയി ചലിക്കുന്നത്. ഈ ദുനിയാവിന്റെ ജീവിതമല്ല, ഇല്ല മതാഉൽ ഗുറൂർ, വെറും ചതിയുടെ വഞ്ചനയുടെ വീടല്ലാതെ മറ്റൊന്നുമല്ല. ഞങ്ങളൊരു ഇങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഇമാം ഓതിയുള്ള ഓരോന്നും. അത് കഴിഞ്ഞ് മറ്റൊരു രംഗം പറയുന്നുണ്ട്, എങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന രംഗം. അതെങ്ങനെ? ഒരു കൂട്ടം നല്ല പിതാക്കള്, ഒരു കൂട്ടം നല്ല മാതാക്കള് അവരുടെ മക്കളെ തനിക്ക് പ്രയോജനം വേണമെന്നുള്ള നിലയിൽ ചെറുപരുവത്തിൽ തന്നെ വേണ്ടതെല്ലാം കൊടുത്തവർ വളർത്തി. കൊടുക്കേണ്ട അടവുകളെല്ലാം കൊടുത്തു. ബിസ്മി ചൊല്ലേണ്ട സമയത്തൊക്കെ ബിസ്മി ചൊല്ലി, അതിന്റെ നിർമ്മാണ സമയവും ബിസ്മി ചൊല്ലി, പിന്നീട് അതിന് പാലൂട്ടുന്ന സമയത്തും ബിസ്മി ചൊല്ലി. പിന്നെ അവന്റെ ജീവിതവും അവരുടെ ജീവിതവും ഒക്കെ ആ കുഞ്ഞിനെ നല്ലൊരവസ്ഥയിൽ എത്തിക്കാനായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് വളർന്നു വലുതായി അവർ പോകുന്ന രംഗം ഇമാം ഓതിത്തന്നു. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അവർ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പോക്ക് എങ്ങനെയാ? നമ്മുടെ മുമ്പിൽ ഓതി കേട്ടതാണ്. വമൻ സലഹ, നന്നായി വന്നവർ, മിൻ ആബാഇഹിം, മാതാപിതാക്കളും നന്നായവരാണ്, വഅസ്വാജിഹിം, അവരുടെ എണ്ണങ്ങളും നന്നായവരാണ്, വദുരിയാതിഹിം, മക്കൾ പരമ്പരയും നന്നായവരാണ്. ഒരെണ്ണവും നമസ്കാരം മുടക്കുന്നതില്ല, ഒരെണ്ണവും കഞ്ചാവടിക്കുന്നതില്ല, ഒരെണ്ണവും മദ്യപിക്കുന്നതില്ല, ഒരെണ്ണവും പലിശയ്ക്ക് കൊടുക്കുന്നതും പലിശയ്ക്ക് എടുക്കുന്നതുമില്ല, ഒരെണ്ണവും ലോട്ടറി എടുക്കുന്നതില്ല, ആരുടെയും പിടിച്ചു പറിക്കുന്നതില്ല. അങ്ങനെ സുന്ദരമായ ഒരു കുടുംബമായി അവർ മാറിക്കഴിയുമ്പോ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം, ഇവരിങ്ങനെ വാപ്പയും മക്കളും ഇണയും അതുപോലെ കൊച്ചു മക്കളും പിതാക്കളും എല്ലാം കൂടി ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ മലക്കുകൾ വന്നിട്ട് അവരോട് പറയുന്നു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതമായി നിങ്ങൾക്ക് വാപ്പാക്കും മക്കൾക്കും അതുപോലെ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും സ്വസ്ഥമായി കിടക്കാൻ ധൈര്യമായി കേറിക്കോ എന്ന്. ഇതൊരു നല്ല വാക്കാ. അത് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചാൽ പ്രിയമുള്ളവരെ എത്ര നല്ല വിജയമായിരിക്കും നമുക്കുണ്ടാകുക. എന്നിട്ട് പറഞ്ഞു, ദുനിയാവിലെ ജീവിതത്തില് കുറച്ചൊക്കെ ആഗ്രഹങ്ങൾ നമുക്ക് പലതും കാണാൻ കൊതിച്ചു. ആ സമയത്ത് നമ്മുടെ കണ്ണിനെ നമ്മൾ അടച്ചു. വേണ്ട, ഹറാമാണ്, കാണണ്ട. ചിലതൊക്കെ തിന്നണമെന്ന് നമുക്ക് തോന്നി, നാം അടങ്ങണ്ട, ഹറാമാണ്. അതുപോലെ പലതും നമുക്ക് വലിക്കണമെന്ന് തോന്നി, ആ സമയത്തും പറഞ്ഞു വേണ്ട, അത് ഹറാമാണ്. ഈ ദുനിയാവ് നമുക്കത് പറ്റിയതല്ല, നമുക്ക് വേറെ ഇടമുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും പറയുന്നു, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. എന്താഗ്രഹമുണ്ട് എല്ലാം ഇവിടെ നടത്തിക്കോ, എന്താഗ്രഹിക്കുന്നു അതെല്ലാം നടത്തിക്കോ, ഇവിടെ യാതൊരു ഹറാമും ഇല്ല, ഹറാമില്ലാത്ത നാട്ടിലാണ് നിങ്ങൾ കയറിയത് എന്ന് നമ്മളോട് പറയുന്ന ആ ഒരു രംഗം അവിടെ പ്രത്യേകിച്ച് അല്ലാഹു പറയുന്നു, ഇന്ന ഹാദാ കാന ലക്കും ജസാഅ വ കാന സഅയുക്കും മശ്കൂറ. ഞാൻ നന്ദിയുള്ളവനാ. ആരാ പറയുന്നത്? റബ്ബ്. അല്ലാഹു നമ്മോട് പറയുന്നു, ഞാൻ നന്ദിയുള്ളവനാ, നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇന്നതുപോലെ ജീവിക്കാൻ, നിങ്ങൾ അങ്ങനെ ജീവിച്ചു, അതുകൊണ്ട് ഇന്ന ഹാദാ കാന ലക്കും ജസാഅ, ഇത് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് തന്നിരിക്കുകയാണ് സ്വർഗം. വകാന സഅയുക്കും മശ്കൂറ, നിങ്ങൾ ഓരോ പ്രവൃത്തിയും നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്, അതിന്റെ നന്ദി ഇവിടെ കിട്ടിയിരിക്കുമെന്ന്. ഇതിനേക്കാൾ രസകരമായ ഒരു വാക്കുണ്ട് പ്രിയമുള്ളവരെ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞൊരു വാക്ക്, ഭയങ്കര രസകരമായ ഒരു വാക്ക്. എങ്ങനെ? യൂസുഫ് നബി അലൈഹി സ്വലാമിന് സ്വന്തം മക്കൾ, സ്വന്തം സഹോദരൻ, കൂടപ്പറപ്പുകള് 10 ചേർന്നിട്ട് കൊണ്ടുപോയി ഒരു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കിണറ്റിൽ നിന്ന് അവസാനം അല്ലാഹു തആല പൊക്കിയെടുത്തു, ഒരു യാത്രാ സംഘത്തിന്റെ കൊടുത്തു, മാർക്കറ്റിൽ കൊണ്ടുപോയി. ആ മാർക്കറ്റിൽ നിന്ന് ഒരു രാജാവ് വാങ്ങിച്ചു, നേരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. ആ കൊട്ടാരത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ കൊട്ടാരത്തിൽ നേരെ ജയിലിൽ പോന്നു. ആ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നവിടെ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ രാജാവായിട്ട് വരുന്നു. ഈ അവസ്ഥ വന്ന അവസാനം സിംഹാസനത്തിൽ ഇരുന്നപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് പറയുന്ന ഒരു കഥയുണ്ട്. എങ്ങനെ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി സ്വലാം ഈ പറഞ്ഞ പ്രേമം മൂന്നിന്റെ ഉടമസ്ഥനായ റബ്ബിനെ വിളിക്കുന്ന വിളിയുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തൻവീലിൽ അഹാദീസ്
ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സൂറത്ത് യൂസുഫ് ഓതിയപ്പോ നമ്മുടെ ഹാഫിദ് ഉസ്താദ് ഇതിങ്ങനെ നമുക്ക് ഓതി തന്നു. അതിന്റെ അവസാനം നമുക്കുള്ളതാണ്. എന്താ പറഞ്ഞത്? റബ്ബി, എന്റെ രക്ഷിതാവേ, അത് ആതീതനി മിനൽ മുൽക്ക്, എനിക്ക് നീ അധികാരം തന്നു. എവിടെ നിന്ന്? എന്റെ കൂടെ പിറന്ന എന്റെ വാപ്പാടെ ബീജത്തിൽ പിറന്ന 10 സഹോദരങ്ങള് എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉണ്ടായതല്ല. ഞങ്ങളുടെ രണ്ടുകൂട്ടരുടെ ഉമ്മ 2ആണ്. എന്റെ വാപ്പാടെ മക്കളാണ് ആ 10ഉം. ആ വാപ്പാടെ ബീജം തന്നെയാണ് എന്റെ ബീജവും. എന്റെ കൂടെ പിറപ്പുകളായ ആ 10 ചേർന്നിട്ട് എന്നെ കൊണ്ടുവന്നൊരു കിണറ്റിലേക്ക് തള്ളി. എന്തിനാ? ഇവൻ രക്ഷപ്പെടരുത്. പക്ഷെ എന്താ വാപ്പായ, നീ അവിടുന്ന് പൊക്കി പടച്ചവനെ പൊക്കിയിട്ട് എവിടെ കൊണ്ടുവന്നത്? ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റു. ആ ചന്തയിൽ നിന്ന് രാജാവാണ് വാങ്ങുന്നത്. കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പിന്നെയും പറയുന്നു, ആ കൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പോ രാജാവിന്റെ ഭാര്യയ്ക്ക് എന്നോട് വല്ലാത്ത പ്രേമം തോന്നി. എന്നെ മോശമായ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു. ഞാൻ കുതറി ഓടി. പക്ഷെ ഞാൻ എങ്ങോട്ടോടി രക്ഷപ്പെടാനാ? ആ കൊട്ടാരത്തിൽ രാജാവിന്റെ ഭാര്യയല്ലാതെ മറ്റാരുമില്ല. കൊട്ടാരം ഫുൾ ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ വാതിൽക്കൽ കൊണ്ട് തിരിച്ചോടുകയാണ്. രക്ഷയില്ലാതെ ഗതിയില്ലാതെ ഞാൻ അവസാനം തളർന്നു പോയി. അല്ലാഹുവേ, ആ അപരാധമാകേണ്ട സംഭവത്തിലും എന്റെ കുപ്പായത്തിന്റെ പുറകുവശം കീറിയത് കണ്ടിട്ട് അങ്ങനത്തെ മധ്യസ്ഥന്മാര് ചോദിച്ചു, പ്രസ് എവിടെയാ കീറിയത്? പിടിവലിയാണെങ്കിൽ മുന്നിലാക്കീറേണ്ടത്, അവള് പിടിച്ചു വലിച്ചതാണെങ്കിൽ പുറകിലാക്കീറേണ്ടത്. ഇത് യൂസുഫിന്റെ പുറകുവശമാ കീറിയത്. അവൻ നിരപരാധിയാണ്. പക്ഷെ രാജാവ് പറഞ്ഞു, എന്ത് ചെയ്യാനാ? തൽക്കാലം രാജ്ഞിയല്ലേ, അതുകൊണ്ട് ഇവരെ പ്രതിയാക്കി നമുക്ക് ജയിലിലേക്ക് വിടാം. അങ്ങനെ യൂസുഫ് നബി പറഞ്ഞു, എനിക്ക് അത് മതി. ഈ കൊട്ടാരമല്ല എനിക്ക് ഹയറ്, എനിക്ക് ജയിലിൽ കിടന്ന് ഇബാദത്ത് എടുക്കാം. അങ്ങനെ യൂസുഫ് നബി ഇസ്ലാം ജയിലിലേക്ക് പോകുന്നു. ആ ജയിലിന് സ്വപ്ന വ്യാഖ്യാനം അല്ലാഹു പഠിച്ചിട്ടാണ് ഈ രാജാവുകളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുക്കാൻ തിരിച്ചു കൊട്ടാരത്തിൽ വരുന്നു. കൊട്ടാരത്തിൽ വന്നപ്പോഴോ ഈ യൂസുഫിനെ മന്ത്രിയാക്കിയാൽ മാത്രമേ നാട് രക്ഷപ്പെടൂ. അതേ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് യൂസുഫ് പറഞ്ഞു, അന്നത്തെ കേസ് ഒന്നുകൂടി ഫയൽ എടുക്കണം. ഞാൻ പ്രതിയാണോ അല്ലേ എന്നുള്ളത് രാജ്ഞി ഒന്ന് പറയണം. രാജ്ഞി പറഞ്ഞു, നീ പ്രതിയല്ല, ഞാൻ തന്നെയാണ് പ്രതി. ലോകം മുഴുവൻ അത് അറിയിച്ചു കൊടുത്തു. ആ യൂസുഫ് അലൈഹി ഇസ്ലാം അവസാനം പറയുന്നുണ്ട്, ഈ റബ്ബിനോട്, അല്ലാഹു നീ ഇത്രയും കാര്യം ചെയ്തു, എനിക്കതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് അവസാനം ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്തായിരുന്നു അത്? ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, നീ ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷകർത്താവാണ്. എനിക്കൊരു കൊച്ചു ദുആയേ ഉള്ളൂ. എന്ത്? തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ഞാനിപ്പോ രാജാവ്, എനിക്കതൊന്നും ഒരു വിഷയമല്ല. എന്നെ നീ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കുകയും ചെയ്യണേ. പ്രിയ സഹോദരങ്ങളെ, നമുക്കും അതേയുള്ള ആഗ്രഹം. ഈ ഖുർആൻ ഇത്രയും ഓതിട്ട് നമുക്കും ആഗ്രഹം അതേ ഉള്ളൂ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആൻ 30 ജുസ് ഞാൻ കേട്ടു. എനിക്കും ആഗ്രഹം ഇത്രയേ ഉള്ളൂ. എന്നെ ഒന്ന് മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, എന്നെ നീ നാളെ എന്ത് ചെയ്യണം? ഈ ദുനിയാവിലും നാളെയും ഒക്കെ നല്ല മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് ആക്കുകയും ചെയ്യണേ റബ്ബേ. ഇവിടെ നമുക്ക് നിർത്താം. ഈ ഇമാം ഓതിയ മറ്റൊരു ഭാഗമായിരുന്നു എന്ത്? അല്ലാഹു എന്നോട് നിങ്ങളോട് പറഞ്ഞൊരു വാക്ക്, എത്ര കട്ടി വാക്കാ പറഞ്ഞത്. നിങ്ങളുടെ റബ്ബ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഉദുഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാമെന്ന്. എന്താ പ്രിയമുള്ളവരെ, നമുക്ക് ചോദിക്കാൻ മടി? നമ്മളെല്ലാം നിരന്തരം 5 മിനിറ്റ് ദുആ ചെയ്യുന്നവരാണോ? അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമുക്ക് തുടങ്ങണം. നമുക്ക് ഈ മസ്ജിദിൽ ഒരു ശുക്രിന്റെ സുജൂദ് നമുക്ക് ചെയ്യണം. ആ ശുക്രിന്റെ സുജൂദ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഇന്ന് രാത്രി നമുക്ക് സ്വന്തം ദുആ നമുക്ക് ഈ പള്ളിയിൽ വെച്ച് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വന്നിട്ടാകാം. ഇന്ന് രാത്രി ആ ഒരു അമലോട് കൂടിയാണ് നമ്മൾ ഹയാത്താക്കേണ്ടത്. സ്വന്തം ദുആ ചെയ്യണം. അല്ലാഹു തആലയാണ് വിളിച്ചത്. ആ സമയത്ത് പലരും പേടിക്കും. എങ്ങനെ? അല്ലാഹുവേ, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, ഞാൻ പലിശ തന്നിട്ടുണ്ട്, ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്. ഓരോന്നും ഇപ്പൊ നമ്മുടെ ഉള്ളിനുള്ളിൽ വരും. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ സ്ഥിരമായി വ്യഭിചരിക്കും. പക്ഷെ ആ വ്യഭിചരിച്ചത് ആ പെണ്ണും ഞാനും പടച്ചവനും അല്ലാതെ നാലാമതൊരാൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ലോട്ടറി എടുക്കും. എങ്ങനെ? ലോട്ടറിക്കാരോട് രഹസ്യമായി പറയും, നീ ഇന്നെടുത്ത് വാ, നമുക്ക് അവിടെ വെച്ചാകാം. കാരണം ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ.
ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ആരും കാണാതെ മദ്യപിച്ചിട്ടുണ്ടാകും. കാരണം ഇപ്പൊ എന്താ, ഓൺലൈൻ വഴി നമുക്ക് വരുത്താമല്ലോ. അങ്ങനെ മദ്യപിച്ചിട്ടുണ്ടാകും. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് പലിശ മൂക്കുമുട്ട തിന്നിട്ടുണ്ടാകും. ഒരുപാട് ചേർന്ന പ്രിയമുള്ളവരെ, ഇതൊരു അറബിയാകട്ടെ, ഈ 27 ഒരു മാറ്റത്തിൻ്റെതാകട്ടെ. എന്തിന്? അള്ളാഹു നമ്മളെ വിളിക്കുന്നു. അള്ളാഹു നമ്മളെ വിളിക്കുന്നു. നമ്മുടെ ഇമാം ബഹുമാനപ്പെട്ട അമീൻ ഉസ്താദ് ഓതിയതാണ്. അതും ഇങ്ങനെ قل يا عبادي الذين اسرفوا قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله. പറഞ്ഞു കൊടുക്ക് നബിയെ. ആരോട്? യാ ഇബാദി, എന്റെ അടിമകളെ. തഹജ്ജുദ് നിസ്കരിച്ച അടിമയല്ല, ഹജ്ജും ഉംറയും ചെയ്ത അടിമയല്ല. പിന്നെ എങ്ങനത്തെ അടിമ? അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അമിതമായി പാപം ചെയ്ത എന്റെ അടിമേ. എങ്ങനെ വിളിക്കുന്നത്? സ്വന്തം ശരീരത്തോട് അമിതമായി പാപം ചെയ്തു. പടച്ചോന്റെ ശരീരത്തെ കൊണ്ടോട്ടാ വിഭജിച്ചത്. പടച്ചോൻ ഈ ശരീരം കൊണ്ടാ കൊണ്ടുപോയി പലിശ തിന്നത്. പടച്ചോൻ ഈ ശരീരം കൊണ്ടാ കൊണ്ടുപോയി മദ്യപിച്ചത്. അങ്ങനെ സ്വന്തം ശരീരത്തോട് അമിതമായി പാപം ചെയ്ത എന്റെ അടിമേ, ലാ തഖ്നതു, നീ നിരാശനാകരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നീ നിരാശനാകരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു നിന്റെ സകല പാപങ്ങളും പൊറുക്കാൻ നിൽക്കുകയാണ്. സകല പാപം പുറത്തു തരും. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്. അല്ലാഹു എല്ലാം കൃപ ചെയ്യുന്നവനാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. നിർത്തുന്നു. ഇമാം നമ്മുടെ ഇടയ്ക്ക് പോലത്തൊന്നും എങ്ങനെ ഇതുവരെ പടച്ചവനെ കാണേണ്ടത് പോലെ കണ്ടിട്ടില്ല. നമ്മൾ പറയും ഇങ്ങനെ മക്കളുടെ കാര്യത്തില്, ഞാനൊരു തന്തയല്ലേ. ഒരു വാപ്പ എന്നുള്ളത് നാം ഇതുവരെ കണ്ടിട്ടുണ്ടോ? കാണാത്തവൻ എന്തിനാ ഞാൻ കൊടുക്കുന്നത്? ചില വാപ്പമാർ വല്ലാതെ നീ കൈ വറപ്പിക്കുന്നത് കാണാം. ഇത് തന്നെ അപ്പം പറഞ്ഞത്, ഞാൻ നിന്നെ പടച്ചവനാ. ഞാൻ നിന്നെ പടച്ചവനോ പോലെ നിനക്കുണ്ടോ? എന്നെ മറന്നാണോ നീ ജീവിക്കുന്നത്? അതല്ല, എന്റെ ഒരു അടിമയായിട്ടാണോ നീ ജീവിക്കുന്നത്? ഇങ്ങനെ പൂർണ്ണ ഓതല് എന്തൊരു സുന്ദരമായ രീതിയിലാണ് ഓതുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പാഠം കൊടുക്കുന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയാ നമ്മൾ കേട്ടതിനെ പറയാൻ കിടക്കുന്നത്, എത്രയാ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഖുർആന്റെ വക്താവാകണം. ഖുർആന്റെ വക്താവാകണം. പൊന്നു സഹോദരങ്ങളെ, നാളെ ഖബറിൽ കിടക്കുമ്പോൾ ചോദിക്കില്ലേ, ഇമാമുക്ക, നിന്റെ വഴികാട്ടി എന്താടാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയണ്ടേ, അൽ ഖുർആൻ ഇമാമി, ഖുർആനാണ് എന്റെ വഴികാട്ടി. ഇപ്രാവശ്യം അബദ്ധം പറ്റിയതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റണം. എങ്ങനെ? അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആൻ 30 ജുസു എന്റെ കാതുകൊണ്ട് എനിക്ക് കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. ഓതാനോ ഒത്തില്ലെങ്കിൽ ഓതാൻ ശ്രമിക്കുക. ഓതാൻ ഒത്തില്ല എങ്കിൽ എനിക്ക് കേൾക്കാൻ തൗഫീഖ് കിട്ടിയെന്ന് പറയാൻ പറ്റുന്നത്, അതിനുവേണ്ടി നമ്മൾ സമയം ഒതുക്കിയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മജ്‌ലിസിലേക്ക് വരാം. ഞാൻ ചെറിയൊരു സൂചന തന്നു മാത്രം. ഇങ്ങനെയുള്ള സുന്ദരമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഓതി തീർത്തിട്ട് അടുത്ത ഖത്തമും തുടങ്ങി വെച്ചു. 20ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്തു? സൂറത്തുൽ ഫാത്തിഹ ഓതി അടുത്ത സൂറത്തുൽ ബഖറ ഓതി തുടങ്ങി വെച്ചു. അപ്പോൾ തന്നെ ഒരു ഖത്തം കൂടി ഓതിയ കൂലി നമുക്ക് എല്ലാവർക്കും ലഭിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിൽ അത് പൂർത്തീകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതിയ ഉസ്താദിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിഫ്ളിൽ അല്ലാഹു നല്ല ഖുവത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മശക്തി നല്ല നിലയിൽ നിലനിർത്തി തരുമാറാകട്ടെ. ആ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നവരുടെ എന്റെ മക്കൾ ഉൾപ്പെടെ, നമ്മുടെ അബ്ദുൽ ഉസ്താദിന്റെ മോൻ ഉൾപ്പെടെ ഇവിടുത്തെ പല കുഞ്ഞുങ്ങളും ഇതുപോലെ ഓരോ സ്ഥലത്തും ഇമാമത്തിനെ കൊണ്ട് അല്ലാഹു ആ മക്കളെ, ആണിനെയും പെണ്ണിനെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ വാഹകരായി അല്ലാഹു അവരെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ എല്ലാവരും മുസാഫത്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുണ്ട് കൃത്യമായി ഇപ്പൊ മണി 10:45, ഒരു 11:45 അല്ലേ? 11:45, 1 മണിക്കൂർ റെസ്റ്റ്. 11:45, 12 മണിക്ക് മുമ്പായിട്ട് എല്ലാവരും തിരിച്ചു. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇത്രയും കാലം നമ്മൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഓടി. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി നമുക്ക് വേണ്ടി ഓടാം. അതുകൊണ്ട് എല്ലാവരും പോയി ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് 12 മണിക്ക് മുമ്പ് എല്ലാവരും പള്ളിയിൽ വരിക. നമുക്കിന് തസ്ബീഹ് നമസ്കാരം ചെയ്യാറുണ്ട്. അതെല്ലാം ആ സമയം നമുക്ക് ചർച്ച ചെയ്യാം കാര്യങ്ങളൊക്കെ.
വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖത്മുൽ ഖുർആൻ ദുആ ഉസ്താദ് തന്നെ ചെയ്യും. അതിന് നമുക്ക് നോമ്പിന്റെ നിയ്യത്തൊന്ന് ചെയ്തേക്കാം. കാരണം ചിലപ്പോൾ അതിനിടയിൽ മറന്നു പോകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على محمد وعلى آل محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اصلحنا في قبورنا. اللهم نور قلوبنا بالقرآن وزين أخلاقنا بالقرآن ونجنا من النار بالقرآن وادخلنا الجنة بالقرآن يا رب العالمين. اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وآناء النهار واجعله لنا حجة يا رب العالمين. اللهم اجعل القرآن لنا في الدنيا قليلا. اللهم اجعل القرآن لنا في الدنيا قليلا وبالقبر مونسا وعلى الصراط نورا وعلى الصراط نورا وفي الجنة رفيقا ومن النار سترا وحجابا. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ارحم الراحمين يا الله. لا أزلنا يا الله يا الله. പാപികളാണ് അല്ലാഹുവേ, ദോഷികളാണ് അല്ലാഹ്, അഹങ്കാരികളാണ് അല്ലാഹ്, ധിക്കാരികളാണ് അല്ലാഹ്. യാ അല്ലാഹ്, അത് പറയാതെയും രഹസ്യമായി പരസ്യമായും യാ അല്ലാഹ്, ഒറ്റയ്ക്ക് കൂട്ടായും അല്ലാഹുവേ, നീ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ നീ മറന്നുകൊണ്ട് അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി അല്ലാഹ്. അതെല്ലാം നിനക്കറിയുമല്ലോ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുമ്പ് എല്ലാം സമ്മതിക്കുന്നു തമ്പുരാനെ. യാ അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, യാ അല്ലാഹ്, ശിഷ്ട ജീവിതം അല്ലാഹുവേ നിന്റെ തൃപ്തിയിലായി, അല്ലാഹ് നിന്റെ പൊരുത്തത്തിലായി അല്ലാഹുവേ ജീവിതം തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മൾ നമസ്കരിച്ചു അല്ലാഹ്, ഖുർആൻ ഓതി അല്ലാഹുവേ, യാ അല്ലാഹ് നോമ്പ് പിടിച്ച അല്ലാഹുവേ, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തു യാ അല്ലാഹ്. അല്ലാഹുവേ, ഇതിന്റെ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് അറിയാം അല്ലാഹുവേ. അല്ലാഹുവേ, നീ ആ പോരായ്മകളിലേക്ക് നോക്കില്ല അല്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. യാ അല്ലാഹ്, യാ അല്ലാഹ്, പടത്തിൽ മത്സരിക്കുന്ന പോലെ മുഖത്തേക്ക് മത്സരിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, യാ അല്ലാഹ്, പടത്തിൽ മത്സരിക്കുന്ന പോലെ മത്സരിക്കുന്ന തമ്പുരാനെ. അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇനി ഒരുപാട് അല്ലാഹുവേ നമുക്ക് പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് നിന്റെ കലാബോധങ്ങളുള്ള തൗഫീഖ് താ അല്ലാഹ്. അല്ലാഹുവേ, യാ അല്ലാഹ്, യാ അല്ലാഹ്, നിന്റെ കലാവിനോടുള്ള ബാധ്യത പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ മറന്ന് ജീവിച്ചവരാണ് അല്ലാഹുവേ. യാ അല്ലാഹ്, നീ ഒരുപാട് നിഅമത്തുകൾ തന്നു അല്ലാഹ്. അല്ലാഹുവേ, അതെല്ലാം ഞങ്ങൾ മറന്നുപോയി അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ ധിക്കരിച്ച് ജീവിച്ച അല്ലാഹുവേ,
അല്ലാഹുവേ നീ കരുണ കാണിക്കണേ നീ പുറത്തു തരണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാഹുവേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല എല്ലാം നിനക്ക് മാത്രമേ അറിയൂ അല്ലാഹുവേ. കബർ നീ കണ്ടെത്താ ദൂരത്തോളം വിശാലമാക്കണേ സ്വർഗം പൂർണ്ണമാക്കണേ അല്ലാഹുവേ. ഞങ്ങളും ആരും മണ്ണിനുള്ളിലേക്ക് പോകേണ്ടവരാണല്ലോ എല്ലാരും ഊതുപിടി മണ്ണു മാറിയിട്ട് എല്ലാരും പോകുന്നു. നിങ്ങൾ മാത്രമാണെന്നോ ഒറ്റയ്ക്കാണെന്നോ ഇട്ടാണെന്നാവേ നിന്റെ റഹ്മത്തിന്റെ നോട്ടം നീ നോക്കണേ നീ കരുണ കാണിക്കണേ നീ കരുണ കാണിക്കണേ നിങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ ഇങ്ങനെ ആവാൻ കാരണക്കാരാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചോ എല്ലാം നിനക്കറിയുമല്ലോ അർഹമായ പ്രതിഫലം കൊടുക്കണമോ. ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ നീ കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കണ്ണിനെ കുളിർപ്പിക്കുന്ന മക്കളാക്കണേ അവരുടെ കണ്ണിനെ കുളിർപ്പിക്കുന്ന മക്കളാക്കണേ അവൻ ഞങ്ങൾ കാരണമായി അവർ കരയേണ്ട അവസ്ഥകൾ വരുത്തന്റെ അങ്ങനത്തെ ഒരവസ്ഥ വരുത്തന്റെ ഒരുപാട് പേർക്ക് രോഗങ്ങളുണ്ടെന്നാകെ എല്ലാം തന്നവൻ നീ മാത്രമാണെന്നാ അതിന് മാറ്റാനുള്ള കഴിവ് നിനക്ക് മാത്രമാണെന്നാകെ പരിപൂർണ്ണമായ ശിഫ നിങ്ങളുടെ നമ്പുരാനെ മുതൽ ഇതുവരെയും നിസ്കരിക്കാൻ ത്യാഗങ്ങൾ ചെയ്ത് വന്നവരുണ്ട് കാലുവേദനയായിട്ട് വരുന്നവരുണ്ട് നിൽക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരിക്കുന്ന നിസ്കരിച്ചവരുണ്ട് അവരുടെ ത്യാഗങ്ങളെ നീ പരിപൂർണ്ണമായി കബൂൽ ചെയ്യണേ കബൂൽ ചെയ്യണേ അവരുടെ ത്യാഗങ്ങളെ നീ പരിപൂർണ്ണമായി കബൂൽ ചെയ്യണേ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ മാറ്റാൻ നീ അല്ലാതെ ആരുമില്ല നീ മാറ്റി കൊടുക്കണേ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുള്ളതാകെ അതെല്ലാം ഈ ദുആയിൽ നീ കൂട്ടിച്ചേർക്കണേ ഇങ്ങനെ ആവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ നമസ്കരിക്കാൻ ആരെല്ലാം കാരണക്കാരായിട്ടുള്ളതാകെ അവരെല്ലാം ഞങ്ങൾക്കറിയില്ലെങ്കിൽ നിനക്കറിയുമല്ലോ ഒരു രൂപ കൊണ്ട് സഹായിച്ചവരെ നീ കബൂൽ ചെയ്യണേ നീ കബൂൽ ചെയ്യണേ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ ദുനിയാവിലും അതിലുപരിയായി ആഖിറത്തിലും ഇതിലുള്ള എല്ലാ പ്രതിഫലങ്ങളും നീ കൊടുക്കണേ ഒരുപാട് പേർ ദുആ ചെയ്യാൻ ആരൊക്കെയാണെന്നൊന്നും അറിയില്ല എല്ലാം നിനക്കറിയും നിനക്ക് മാത്രമേ അറിയൂ അവരുടെ എല്ലാ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം ഞങ്ങളുടെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾ വിഷമിക്കുകയാണ് ഞങ്ങളിവിടെ സുഖിച്ച് കഴിക്കുന്നു വയർ നിറച്ച് കഴിക്കുന്നു അവര് പട്ടിണിയാണ് പട്ടിണിയാണ് അവരോട് കരുണ കാണിക്കണേ അവരോട് കരുണ കാണിക്കണേ നിന്റെ സഹായം നീ അവരിലേക്ക് ചൊരിയണേ തമ്പുരാനെ ആര് സഹായിച്ചില്ലെങ്കിലും നീ വിചാരിച്ചാൽ ലോകത്തുള്ള എല്ലാവരും അവരെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചാൽ നീ അവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അവര് വിജയിക്കും തമ്പുരാനെ നിന്റെ സഹായം നീ സഹായിക്കണേ നീ സഹായിക്കണേ ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണം തമ്പുരാനെ
അല്ലാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം ഖൈറുകൾ നിന്നോട് ചോദിച്ചു അല്ലാഹുവേ അതെല്ലാം ഈ സമയം നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം ശർറുകളെ തൊട്ട് നിന്നോട് കാവൽ തേടി അല്ലാഹുവേ അതിനെ തൊട്ടെല്ലാം ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ നമസ്കാരങ്ങളെ ശരിയാക്കി തരണേ അല്ലാഹുവേ ഏതൊരു പ്രവൃത്തി ചെയ്താലും നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാഹുവേ ലോകമാന്യതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യിപ്പിക്കല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ നിയ്യത്തുകളെ നന്നാക്കി തരണേ അല്ലാഹുവേ ഞങ്ങളുടെ നിയ്യത്തുകളെ നന്നാക്കി തരണേ അല്ലാഹ് തഖ്വയെ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹുവേ തഖ്വയെ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ് ഈമാനെ വർദ്ധിപ്പിച്ച് തരണേ ഈമാനെ വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ് വറച്ച് യഖീനെ തരണേ അല്ലാഹ് വറച്ച് യഖീനെ തരണേ അല്ലാഹ് ഒരുപാട് അമലുകൾ അല്ലാഹുവേ നിനക്ക് വേണ്ടി നീ സ്വീകരിക്കപ്പെടുന്നതിന് അല്ലാഹുവേ ഖുശൂഅോടെ അല്ലാഹുവേ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാഹുവേ നിങ്ങൾ മരിക്കും അല്ലാഹുവേ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയം മരണസമയത്താക്കി തരണേ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയം മരണസമയത്താക്കി തരണേ ഏറ്റവും നല്ല മരണം തരണേ ഏറ്റവും നല്ല മരണം തരണേ അല്ലാഹുവേ നിങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്ന അവസ്ഥ നീ ഉണ്ടാക്കണേ അല്ലാഹുവേ ഒരാളും മോശം പറയേണ്ട ഒരു അവസരം നീ വരുത്തല്ലേ അവസരം വരുത്തല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തട്ടിക്കളയല്ലേ അല്ലാഹുവേ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലാഹുവേ അതെല്ലാം ഈ ദുആ നീ കൂട്ടിച്ചേർത്ത് സ്വീകരിക്കണേ തമ്പുരാനെ അല്ലാഹുവേ യാ അല്ലാഹ് ഞങ്ങൾക്ക് ചോദിക്കാൻ നീ അല്ലാതെ ആരുമില്ല അല്ലാഹുവേ ഇവൻ തന്നവൻ നീ മാത്രമാണ് അല്ലാഹുവേ ഇനി തരാനുള്ളവരും നീ മാത്രമാണ് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തന്നില്ലെങ്കിൽ തരാൻ അല്ലാഹുവേ ആരുമില്ല നീ തന്നില്ലെങ്കിൽ തരാൻ ആരുമില്ല അല്ലാഹുവേ ഞങ്ങളെ സൃഷ്ടിച്ചവൻ നീ മാത്രമാണ് അല്ലാഹുവേ ഇതുവരെ ഞങ്ങളെ പരിപാലിച്ചവൻ നീ മാത്രമാണ് ഇനി പരിപാലിക്കുന്നവൻ നീ മാത്രമാണ് അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തട്ടിക്കളയല്ലേ അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് ഭിക്ഷ യാചിക്കുന്നത് പോലെ യാചിക്കുകയാണ് അല്ലാഹുവേ ഈ കരങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ താഴ്ത്തേണ്ട അവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹുവേ അങ്ങനത്തെ ഒരു അവസരം നീ വരുത്തല്ലേ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ചോദിച്ചതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് നീ പരിഹരിക്കണേ തമ്പുരാനെ ഞങ്ങൾക്കൊന്നും അറിയില്ല അല്ലാഹുവേ നിന്റെ അടിമകളാണ് അല്ലാഹുവേ ഒന്നും അറിയില്ലാത്തവരാണ് അല്ലാഹുവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിറങ്ങി തമ്പുരാനെ സ്വീകരിക്കണേ തട്ടിക്കളയണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم جزا الله عنا محمد الله وأهله صلى الله عليه وسلم برحمتك يا أرحم الراحمين والحمد لله رب العالمين. പ്രത്യേകിച്ചൊരു ദുആണ്ട് നമ്മുടെ ഇന്നത്തെ പള്ളിയുടെ ഭാഗത്ത് നമ്മുടെ ഹുസ്സാന് വേണ്ടി ഹദിയ ചെയ്തിരിക്കുന്നത് ഇയാഷ് അബ്ദുൽ കരീം എന്ന് പറയുന്ന സഹോദരനാണ്. മരണപ്പെട്ട എൻ്റെ വാപ്പയ്ക്കും ഉമ്മയുടെ ഉമ്മയ്ക്കും